ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് CPM നേതാവ് ശ്രീ സതീഷ് കുറിച്ചിരുന്നു. ശ്രീ സതീഷ്, ഒരുപക്ഷെ അത് ആശാ ലോറൻസും അല്ലെങ്കിൽ MM ലോറൻസിനും മൂത്ത മകനും തമ്മിലുള്ള പ്രശ്നമൊക്കെ ആകാം, ഒരു കുടുംബ പ്രശ്നവുമാകാം. ഇനി എന്ത് കുടുംബ പ്രശ്നമാണെങ്കിലും അവിടെ ടൗൺ ഹാളിൽ അങ്ങനെ ഒരു സീൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം CPM ഉണ്ടായിരുന്നില്ലേ ശ്രീ സതീഷ്? അല്ല, CPM ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവര് തീരുമാനിക്കേണ്ട കാര്യമായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റ് പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് മറ്റെന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക? ഒന്ന്, ലോറൻസ് സാഹിബിന്റെ മൃതശരീരം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പാർട്ടി എന്ന നിലയിൽ ഒരു തീരുമാനമേ എടുത്തിട്ടില്ല. മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് പറയുകയും കുടുംബാംഗങ്ങൾ പാർട്ടിയോട് പറയുകയാണ് ചെയ്തത്. ലോറൻസ് സാഹിബ് നേരത്തെ തന്നെ ഇങ്ങനെ അവരോട് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് പഠനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിന് കൈമാറണം എന്നുള്ളതാണ് അദ്ദേഹം മക്കളോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന വിവരം പറയുകയാണ് ചെയ്തത്. അപ്പൊ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന സമീപനമാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ പാർട്ടി ഒരു തീരുമാനമെടുത്ത ഒരു കാര്യമേ അല്ല. ശരിയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനമല്ല, കുടുംബത്തിന്റെ തീരുമാനം തന്നെയാണ്. ഇപ്പം CN മോഹൻ പറയുകയുണ്ട്. പക്ഷേ ശ്രീ സതീഷിന്റെ ചോദ്യം, ഇന്നലെ തന്നെ ഈ ആശാ ലോറൻസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, കോടതിയിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്, അത് ഈ പറയുന്ന പിതാവിൻ്റെ ഇഷ്ടപ്രകാരമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അറിവുള്ള കാര്യമാണ്. അപ്പോൾ അറിവുള്ള കാര്യം ഇന്ന് ആലോചിച്ച് നോക്കൂ, ടൗൺ ഹാളിൽ സഖാവ് MM ലോറൻസിന് ഈ രീതിയിലുള്ള യാത്രയപ്പായിരുന്നു നൽകേണ്ടത് ശ്രീ സതീഷ്. ഈ രീതിയിൽ അവിടെ വന്ന് ഒരു സീൻ ഉണ്ടാവുക, അവിടെ എന്താണ് സഖാക്കൾ ലോറൻസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ CPM മുർദാബാദ് എന്ന മുദ്രാവാക്യം ലോറൻസിൻ്റെ മകളിൽ നിന്നുണ്ടാവുക, അത് ബന്ധുക്കൾക്ക് ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റേണ്ടി വരിക തുടങ്ങിയ ഒരു സീൻ ക്രിയേഷൻ ഒഴിവാക്കേണ്ടതായിരുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. അതിന് പാർട്ടിക്ക് ചെയ്യാനും കഴിയുമായിരുന്നു, ചിലത് ഉണ്ടായിരുന്നില്ലേ ശ്രീ സതീഷ്? എന്ത് ചെയ്യണമായിരുന്നു? അവരോട് വരാതിരിക്കാൻ പറയാൻ പാർട്ടിക്ക് കഴിയുമോ? അവരുടെ മകളാണല്ലോ. അവിടെ വരാനും അന്തിമ വിചാരം അർപ്പിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഒന്നും ഞങ്ങൾക്ക് തടയാൻ കഴിയില്ലല്ലോ. അത് അവർ വരുമ്പോൾ അത് അവർ ചെയ്യുക എന്നുള്ളതിനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കുകയാണ് ചെയ്തത്. ആദ്യം രാവിലെ മുതൽ അവർ കുറെ അധികം സമയം അവിടെ ഉണ്ടായിരുന്നു. അവരതിന്റെ ഭാഗമായി അവിടെ നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ അവസാനം വന്ന കാര്യങ്ങളെ സംബന്ധിച്ചിപ്പോൾ മൂത്ത മകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്തുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം മൂത്ത മകൻ തന്നെ നിങ്ങൾ മാധ്യമങ്ങളോട് അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഒരു ഫ്രിക്ഷൻ ഉള്ള കാര്യം പാർട്ടിക്ക് അറിയാവുന്നതാണ്. ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ഇപ്പം മകളും MM ലോറൻസുമായി അത്ര അടുത്ത നല്ല ബന്ധമായിരുന്നില്ല ചില സമയത്ത്. MM ലോറൻസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മൂത്ത മകനുമായി നല്ല ബന്ധത്തിലല്ല. അതിനുശേഷം മരിക്കുമ്പോഴും ഇത്തരത്തിൽ അല്ല, എന്താണ് പിതാവിൻ്റെ ആഗ്രഹം എന്ന് മകൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഒരു ഫ്രിക്ഷൻ ഉള്ള കാര്യം അറിയാമല്ലോ. അറിഞ്ഞു നിൽക്കുമ്പോൾ അതിലൊരു അനുനയത്തിന്റെ ഭാഷയിലേക്ക് കൊണ്ടുവരാൻ പാർട്ടിക്ക് കഴിവില്ല എന്നാണോ? അത് കുടുംബ പ്രശ്നം മാത്രമായി മാറ്റി നിർത്തുക എന്നതാണോ? ഇങ്ങനെയുള്ള ഇത്തരം ഒരു വിഷയത്തെ ഇങ്ങനെയൊന്നും ഹാഷ്മിയെ പോലുള്ളവർ പറയരുത്. അത് ഒരു പ്രശ്നം ലോറൻസ് സാഹു ഉള്ളപ്പോൾ തന്നെ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനെ ബന്ധപ്പെടുത്തി ലോറൻസ് സാഹു തന്നെ നേരത്തെ ഫേസ്ബുക്കിൽ പറയുകയും പരസ്യമായി പറയുന്ന സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ആശയെടുത്ത സമീപനത്തോടുണ്ടായിരുന്ന വിയോജിപ്പ് ലോറൻസ് സാഹു തന്നെ വ്യക്തമാക്കിയത് നമ്മുടെ മുമ്പ് ഉണ്ട് എന്നുള്ളത് കാണും. സതീഷ്, ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഉള്ളിലെ വേദന കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആ വേദന ഉണ്ടാവുന്നത്? സഖാവ് ലോറൻസിനെ ബഹുമാനിക്കുന്ന ആളെന്നുള്ള നിലയ്ക്കും എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അദ്ദേഹവുമായി ദീർഘ സംഭാഷണം നടത്തിയ ആളെന്നുള്ള നിലയ്ക്കും അദ്ദേഹം അർഹിക്കുന്ന യാത്രയപ്പ് ഇങ്ങനെയല്ല എന്ന ഉറച്ച വേദന കൊണ്ടാണ് ആ ചോദ്യം ഉണ്ടാവുന്നത്. ഇപ്പോൾ അവർ പറയുകയാണ്, എന്നോടൊരു വാക്ക് ചോദിച്ചില്ല, ഏത് രീതിയിലാണ് സംസ്കാരം ഉണ്ടാവേണ്ടത്. അത് ചോദിക്കേണ്ടതല്ലേ? അത് പാർട്ടി ഇനിയിപ്പം ഈ മൂത്ത സഹോദരൻ ചോദിച്ചില്ലെങ്കിൽ അങ്ങനെ ചോദിച്ചോ ആ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ശ്രീ സതീഷ്, MM ലോറൻസ് CPMന്റെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഹാഷ്മി, നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ലോറൻസ് കഴിഞ്ഞ കുറെ നാളുകളായി സുഖമില്ലാണ്ട് അവസ്ഥയിലാണ്. മൂത്ത മകന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ ചികിത്സയും മറ്റു കാര്യങ്ങളും പരിപൂർണമായും പാർട്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പാർട്ടിയുടെ CITU സഖാക്കളായിട്ടുള്ള ആളുകൾ 1-2 പേർ വെച്ച് എല്ലാ ദിവസവും രാത്രിയും പകലുമായിട്ട് ആ വീട്ടിനകത്ത് നോക്കാനുണ്ടായിരുന്നു. ആശുപത്രി കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പൂർണ്ണമായും പാർട്ടി എന്ന നിലയിലാണ് ഞങ്ങൾ സഖാവിനെ നോക്കി. അത് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് സഖാവിന് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യത്തിലുള്ള ഉത്തരവാദിത്വവും പാർട്ടി എന്ന നിലയിൽ നിർവഹിക്കുക എന്ന കടമ ഞങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ മൂത്ത മകനും ബന്ധപ്പെട്ട മറ്റു കുട്ടികളും കൂടിയാണ് സഖാവിന്റെ വീട്ടിലാണ് പരിചരണവും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അവര് മരണത്തിന് ശേഷം അവരോട് സഖാവ് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അന്തിമമായ കർമ്മം നടത്തണം എന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. അത് അവർ കൂട്ടായി ആലോചിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അത് തന്നെ ആയിക്കൊള്ളട്ടെ എന്ന സമീപനം ഞങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്.
ഇപ്പൊ ഇന്നുണ്ടായ സംഭവമല്ല, അതിനുശേഷം ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഇന്നിപ്പോ ഈ ഇന്നത്തെ ദിവസം പൊതുദർശനത്തിന് വച്ചതിന് ശേഷമാണ് ഈ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നതെല്ലാം നമുക്കും കാണാൻ കഴിയുന്നത്. അവർ കേസ് ഉം. പോകുന്നത്, അതിന് മറ്റു പല താല്പര്യങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്നതല്ല. ഇതൊന്നും സാധാരണ നിലയിൽ ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ആര് മരണപ്പെട്ടാലും ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് അവർ കൂടി എക്സാക്ട്ലി. ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഒരു അത് തർക്കമല്ല മാത്രമല്ല, കാര്യത്തിൽ. അതിൽ ലോറൻസ് ആവിന്റെ ഒരു ലോറൻസ് രാഷ്ട്രീയ ഒരു ഇടപെടലുണ്ട്, കാര്യം അല്ലെങ്കിൽ ഒരു പറഞ്ഞോട്ടെ, രാഷ്ട്രീയ ഒരു താല്പര്യം കാര്യം ഉണ്ടെന്ന് പറഞ്ഞോട്ടെ. സംശയിക്കണോ? അല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിനെ സംബന്ധിച്ച് മൂത്ത മകൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ലോറൻസ് സാറിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഇപ്പൊ ഹാഷ്മി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വൈകാരികമായതും വളരെ ഒരു പാഠപുസ്തകം പോലെ ഞങ്ങൾ എല്ലാവരും നോക്കിക്കാണുന്നതുമായ ഒരു മുതിർന്ന നേതാവാണ്. ആ സഖാവിന്റെ ജീവിതം, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി ഈ സമൂഹത്തിന്റെ മുമ്പാകെയുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുക, എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു പാഠപുസ്തകം പോലെ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മുടെ സമൂഹത്തിന്റെ മുമ്പാകെയുണ്ട്. അപ്പൊ അതെല്ലാം ഇങ്ങനെ നിലനിൽക്കുകയും മക്കളായ മൂത്ത മകൻ ഉൾപ്പെടെയുള്ളവർ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം സഖാവ് പറഞ്ഞേൽപ്പിച്ച ഉത്തരവാദിത്വം ഇതെല്ലാമാണ് എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അതിനെ മറ്റു പല താല്പര്യത്തോട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം ഒരു നീക്കം നടത്തി വരുന്നത് നമുക്ക് സത്യത്തിൽ അത് വളരെ തെറ്റായ രീതിയാണ്. അതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു രീതിയാണ്. അതിന് എന്തോ നിർഭാഗ്യവശാൽ ആശ അതിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത് എന്തായാലും അത് ഒരിക്കലും എന്താണെങ്കിലും അംഗീകരിക്കാൻ എന്താണെങ്കിലും അത് കഴിയുന്ന ഒരു അങ്ങേറ്റം. ഓക്കെ, താങ്ക് യു സതീഷ്. എന്തായാലും അത് അങ്ങേറ്റം നിർഭാഗ്യകരമായി പോയ കാഴ്ചകൾ.